നമസ്കാരം. ശബരിമല ദർശനത്തിനായി രണ്ട് യുവതികൾ വീണ്ടും എത്തി. കണ്ണൂർ സ്വദേശിനികളായ രേഷ്മ, ഷാനില എന്നിവരാണ് ശബരിമല ദർശനത്തിനായി വീണ്ടും എത്തിയത്. എന്നാൽ നിലയ്ക്കലിൽ പോലീസ് ഇവരെ തടയുകയായിരുന്നു. പിന്നീട് യുവതികളെ മടക്കി അയച്ചതായി പോലീസ് വ്യക്തമാക്കി. മണ്ഡലകാലത്തിന്റെ അവസാന ദിവസമായ ഇന്ന് പുലർച്ചെയായിരുന്നു യുവതികൾ ശബരിമല ദർശനത്തിനെത്തിയത്. ഇരുവരും ബുധനാഴ്ചയും മല കയറാൻ എത്തിയിരുന്നു. അന്ന് യുവതികളെ പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചിറക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഇവർ ശബരിമല കയറാൻ വീണ്ടും എത്തിയത്. ദർശനത്തിന് അവസരമൊരുക്കണമെന്ന് യുവതികൾ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് പോലീസ് ഇവരെ കൺട്രോൾ റൂമിലേക്ക് മാറ്റുകയും അരമണിക്കൂറോളം ചർച്ച നടത്തുകയും ചെയ്തു. പിന്നീട് ഇവരെ പോലീസ് വാഹനത്തിൽ നിലയ്ക്കലിൽ നിന്നും മാറ്റുകയായിരുന്നു. ഇവരെ എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് വ്യക്തമല്ല. യുവതികൾ ദർശനത്തിനെത്തുന്നതായി അറിഞ്ഞ് പമ്പയിലും പരിസരങ്ങളിലും പ്രതിഷേധക്കാർ സംഘടിച്ചതായും റിപ്പോർട്ടുണ്ട്. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ പല സ്ഥലങ്ങളിലായി ശബരിമല കർമ്മസമിതിയുടെയും മറ്റ് സംഘപരിവാർ സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ വിവിധ ഗ്രൂപ്പുകളെ പ്രതിഷേധക്കാർ തമ്പടിച്ചിട്ടുണ്ട്. ഇവരെ മറികടന്ന് സന്നിധാനത്തെത്തുകയെന്നത് ഏറെ ശ്രമകരമാണ്. അതിനാൽ തന്നെ ഇരുവരെയും ദർശനത്തിനായി കൊണ്ടുപോകുക പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് പോലീസ് പറയുന്നു. ഇന്നും കൂടിയാണ് ഈ സീസണിൽ ഭക്തന്മാർക്ക് ശബരിമല ദർശനം നടത്താൻ അനുമതിയുള്ളത്. അതേസമയം ശബരിമല ദർശനത്തിനെത്തിയ യുവതികളെ പോലീസ് പറഞ്ഞു പറ്റിച്ചെന്ന് നവോത്ഥാന കേരളം ഫേസ്ബുക്ക് കൂട്ടായ്മ ആരോപിച്ചു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമല ദർശനത്തിനെത്തിയ രേഷ്മ, നിഷാദിനെയും ഷാനിലയെയും പോലീസ് പറഞ്ഞു പറ്റിച്ചെന്ന് നവോത്ഥാന കേരളം ഫേസ്ബുക്ക് കൂട്ടായ്മ അംഗം ശ്രേയസ് കണാരൻ പറഞ്ഞു. തലസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പിലാണ് ശബരിമല ദർശനത്തിന് യുവതികൾ എത്തിയത്. ഉന്നത രാഷ്ട്രീയ നേതാവും ദർശന സൗകര്യം ഉറപ്പു നൽകിയതായി ശ്രേയസ് കണാരൻ പറഞ്ഞു. ശബരിമല ദർശനത്തിന് അവസരം ഒരുക്കാമെന്ന് പോലീസ് യുവതികൾക്ക് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ശബരിമല ദർശനത്തിന് നിലയ്ക്കലെത്തിയപ്പോൾ പ്രതിഷേധത്തിന്റെ പേര് പറഞ്ഞ് മടക്കി അയക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. തങ്ങളെ കബളിപ്പിച്ച ഉദ്യോഗസ്ഥരുടെ പേര് പിന്നീട് വെളിപ്പെടുത്തുമെന്നും കൂടുതൽ യുവതികളുമായി ഇന്ന് മല കയറുമെന്നും ശ്രേയസ് പറഞ്ഞു. ദർശനത്തിനെത്തിയ യുവതികളെ തടയാനായി സംഘപരിവാർ സംഘടനകൾ ആദ്യഘട്ടം മുതലേ ശ്രമിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ശബരിമല ദർശനത്തിന് താല്പര്യമുള്ള യുവതികളെ സഹായിക്കാനായി നവോത്ഥാന കേരളം ഫേസ്ബുക്ക് കൂട്ടായ്മ രൂപപ്പെടുത്തിയത്. നിരവധി സ്ത്രീകളെ ശബരിമലയിൽ ദർശനത്തിന് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന് സംഘടന പറയുന്നുണ്ടെങ്കിലും ബിന്ദു, കനകദുർഗ, മഞ്ജു എന്നിവരെ ദർശനത്തിന് സഹായിച്ചത് കൂട്ടായ്മയാണെന്ന് വാർത്തകൾ വന്നിരുന്നു. എന്തായാലും സംഘർഷഭരിതമായ മണ്ഡലകാലം ഇന്ന് അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചെത്താം.